ഇന്നൊരു അടിപൊളി കൂർക്ക റോസ്റ്റ് ആയാലോ? അതെ, കൂർക്ക വെച്ചിട്ട് നമ്മൾ പല ഡിഷസ് തയ്യാറാക്കുന്നുണ്ട്. കൂർക്ക തോരന്, മെഴുക്ക് പുരട്ടി, അതിൽ നിന്നൊക്കെ കുറേ ഡിഫറെൻ്റ് ആണ് നമുക്ക് ഈ ഒരു ഡിഷ്. നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ റോസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നോൺ വെജിൻ്റെയൊക്കെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം നമുക്ക് നോക്കിയാലോ? ആദ്യം നമ്മളതിന് കൂർക്ക നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകിയൊക്കെ എടുക്കുക. എന്നിട്ട് നന്നായിട്ടത് കുക്ക് ചെയ്തെടുക്കുക. കൂർക്ക നിങ്ങളുടെയൊക്കെ കയ്യിൽ ഉള്ള അനുസരിച്ചിട്ട് കുക്കിങ്ങിൻ്റെയൊക്കെ നോക്കിയിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൂർക്കയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ കൂർക്ക കുക്ക് ചെയ്യുന്ന അത്രയും ടൈം മതിയാകും നമുക്ക് ഇതിന് ഒരു പ്രിപ്പറേഷനായിട്ട്. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഒരു പാൻ വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പക്ഷെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും കൂടി ഇട്ട് അതൊന്ന് പൊട്ടി കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ കൊച്ചുള്ളിയും സവാളയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള നീളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കൊച്ചുള്ളിയും സവാളയും കൂടെ ഒരേപോലെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് സ്കിപ്പ് ചെയ്യരുത്. തേങ്ങാക്കൊത്ത് നിങ്ങൾ കുറച്ചെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പം മാക്സിമം നിങ്ങൾ കുറച്ചെങ്കിലും തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ആവശ്യത്തിന് പച്ചമുളകും കൂടി നിങ്ങളുടെ എരിക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ വേറെ സ്പൈസസ് ചേർക്കും. അപ്പം 2 അല്ലെങ്കിൽ 1-2 പച്ചമുളക് മതിയാകും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കിന് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ 2 ഉണ്ടെങ്കിൽ 2 ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. അത്യാവശ്യം ആ ഒരു മസാലയുടെയൊക്കെ മണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന ആ ഒരു കൂർക്ക ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയൊരു വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫ്രൈ അല്ലല്ലോ, നമ്മൾ ചെറിയ റോസ്റ്റ് പോലെയല്ലേ. അതല്ല, നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ വേണ്ടതെങ്കിൽ നിങ്ങൾ ചെറിയ വെള്ളത്തോട് ചേർക്കണം എന്നില്ല. അപ്പം ഞാനിവിടെ ചെറിയൊരു വെള്ളത്തോടു കൂടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു റോസ്റ്റ് പരുവത്തിലല്ലേ എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ അത് നോക്കി ചേർത്താൽ മതിയാകും. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി ഈ കൂർക്കയ്ക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു പരുവത്തിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കി ഉപ്പും കൂടി വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി ഈ ഒരു വെള്ളമൊക്കെ പറ്റി ഈ മസാലയൊക്കെ ഇതിൽ കിടന്ന് എല്ലാം ഒന്ന് പിടിച്ച് സെറ്റ് ആവുന്നിടം വരെ നിങ്ങളിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക. പിന്നെ ഞാനിതിൽ കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ് ആണെങ്കിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളകിൻ്റെ പൊടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇത് രണ്ടും വേണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിരുന്നാലും മതിയാകും. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കൂർക്ക റോസ്റ്റ് തയ്യാറായി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.